സായുധ സേനയുടെ പരിശീലനം ലഭിച്ചൊരു വിഭാഗമാണല്ലോ BRO. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെ കൊണ്ട് എന്തിനാണ് ഈ റോഡും പാലം തുരങ്കമൊക്കെ നിർമ്മിക്കേണ്ട ആവശ്യം? ഈ ജർവാസ് ഈ പിടപെരുടിയിലെ ജൂനിയർ എഞ്ചിനീയറടക്കം 8 പേരെ കൊന്നാണ്. BROയുടെ കാഷ്വാലിറ്റി 1% പെർ ഡേ. അമ്പ് എൻ്റെ വെക്കിൻ്റെ മുകളിൽ പോകുന്നു, താഴെ പോകുന്നു. അവർ അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും മരിക്കാതെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് ശരിക്കും അവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോയിക്കൂടായിരുന്നു. കുറെ പേടിപ്പിച്ചു. രണ്ടുപേരുടെ AK-47 ഇതൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് ഇതൊക്കെ വെച്ച് ഇങ്ങനെ പേടിപ്പിച്ചു. മരിക്കാൻ സാധ്യതയുണ്ട് തോന്നിയിരുന്നു ആ സമയം. നെക്സ്റ്റ് ഡേ ഇതേ ഉച്ച സമയത്ത് കംപ്ലീറ്റ് ടണൽ കുളായിരുന്നു. കിഫ്ബിയുടെ റോഡിൽ ക്വാളിറ്റി 100% ഫോളോ ചെയ്യുന്നുണ്ട്. നാട്ടിലെ റോഡുകളെ ഓരോ മഴയിലും തകരുന്നത് നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. BRO ഉണ്ടാക്കുന്ന റോഡുകൾ ഈ തരത്തിൽ തകർന്ന് കാണുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? സൈനിക മുന്നേറ്റങ്ങൾക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുന്ന സേനയുടെ പ്രത്യേക വിഭാഗമാണ് BRO അഥവാ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. സേനയ്ക്ക് മുമ്പേ തന്ത്രപ്രധാന മേഖലകളിലെത്തി റോഡും പാലവും തുരങ്കങ്ങളും പണിയുന്നവർ. രാഷ്ട്രപതിയുടെ പരമവിശിഷ്ട സേവാ മെഡലടക്കം നേടിയ BRO മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ KP പുരുഷോത്തമനാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ. സ്വാഗതം. എവ്രിതിങ് ഈസ് അച്ചീവബിൾ ത്രൂ ഹാർഡ് വർക്ക് എന്ന മോട്ടോ പോലെ അചിന്ത്യമായ ഇടങ്ങളിലെത്തി തുരങ്കങ്ങളും പാലങ്ങളും ഒക്കെ പണിയുന്നവരാണ് BRO. ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ BROയുടെ ഒരു പങ്ക് സംസാരിച്ചു തുടങ്ങാമെന്ന് കരുതുന്നു. 2 ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഡിഫൻസ് ട്രൂപ്പിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള മൂവ്മെൻറ്റിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ഇതിനു പുറമെ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ അവരുടെയുള്ള ജനങ്ങളുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഈ 2 ഉദ്ദേശങ്ങൾ കൊണ്ടാണ് BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ റേസ് ചെയ്തിരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ എല്ലായിടങ്ങളിലും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലും നോർത്തേൺ റീജിയനിലും ബോർഡർ ഏരിയയിലുള്ള ജനങ്ങളെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ട് അവർക്ക് കണക്ടിവിറ്റി നൽകുകയും അവരെ നമ്മുടെ മെയിൻ ലാൻഡുമായി മറ്റുള്ള പ്രദേശങ്ങളുമായി വളരെ നല്ല വിധത്തിൽ ബന്ധിപ്പിക്കാനും സാധിച്ചു. അതാണ് ബോർഡർ റോഡ്സിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് എനിക്ക് പറയാം. ഈ സായുധ സേനയുടെ പരിശീലനം ലഭിച്ചൊരു വിഭാഗമാണല്ലോ BRO എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെ കൊണ്ട് എന്തിനാണ് ഈ റോഡും പാലം തുരങ്കമൊക്കെ നിർമ്മിക്കേണ്ട ആവശ്യം? എന്താ? ശരിക്കും കോൺട്രാക്ട് കൊടുത്തിട്ട് ചെയ്താൽ പോരാ? വളരെ റിമോട്ട് ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. റിമോട്ട് ഏരിയ മാത്രമല്ല, ക്ലൈമറ്റ് കണ്ടീഷൻ വളരെ അഡ്വേഴ്സ് ക്ലൈമറ്റ് കണ്ടീഷനാണ്. -50 ഡിഗ്രി സെൻറ്റിഗ്രേഡിനും അതിലും താഴെയുള്ള ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാൻ പോലുള്ള ഡിസേർട്ട് ഏരിയയിൽ നമ്മൾ +50 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്വേഴ്സ് ക്ലൈമറ്റ് കണ്ടീഷൻ ഒന്ന്, പിന്നെ അതുപോലെ തന്നെ ജിയോളജിക്കൽ കണ്ടീഷൻ വളരെ പുവർ സോയിലാണ് ഈ ഹിമാലയൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കോൺട്രാക്ടർ നമ്മൾ വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടറും അവിടെ വന്നിട്ട് പണി ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിനെ റേസ് ചെയ്താൽ മാത്രമേ ഈ പ്രൊജക്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റേസ് ചെയ്തത്. ഉംലിംഗ പാസിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് പണിയുന്നത്. ലഡാക്കിൽ ഏതാണ്ട് 2021 തോന്നുന്നു. അതാണോ ശരിക്കും പറഞ്ഞാൽ BROയുടെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയാൻ പറ്റും? അവിടെ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അത് BROയുടെ ഏറ്റവും ഹയസ്റ്റ് റോഡ് എന്നുള്ളതാണ് അതിൻ്റെ റെക്കോർഡ്. വേൾഡിലെ ഹയസ്റ്റ് റോഡ് ആണ് ഉംലിംഗ. അതിന് മുമ്പേ ആയിരുന്നു കർദുങ്കിലായിരുന്നു ഏറ്റവും ഹയസ്റ്റ് റോഡ് എന്നറിയപ്പെട്ടിരുന്നത്. 1/2 മണിക്കൂർ അവിടെ ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാരും അവിടെ പോകുന്നവർ, ടൂറിസ്റ്റ് പോകുന്നവർ അൺകോൺഷ്യസ് ആവും ഓക്സിജൻ്റെ ഇതുകൊണ്ട്. വല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചലഞ്ച് അവിടെ ഓക്സിജൻ കണ്ടൻറ്റ് വളരെ കുറവാണ്. കൂടുതൽ നേരം ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ഇതാണ്. പതുക്കെ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും എഫിഷ്യൻസി, മനുഷ്യൻ മുതൽ എക്വിപ്മെൻറ്റ് വരെ എഫിഷ്യൻസി 30% ഡൗൺ ആയിപ്പോൾ. ഞാൻ പറഞ്ഞാൽ അവിടെ ജസ്റ്റ് താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. നമ്മളൊരു ഫിസിക്കൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. അത് നടക്കുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. എന്തോ ഉയരത്തിലേക്ക് പോകുന്തോറും മർദ്ദം കൂടുമല്ലോ. തണുപ്പ് മാത്രമല്ല, അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓക്സിജൻ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതാണ് മെയിൻ പ്രോബ്ലം. BROയുടെ കാഷ്വാലിറ്റി 1% പെർ ഡേ. ലാൻഡ് സ്ലൈഡ് വരുന്നു, പിന്നെ അല്ലെങ്കിൽ ഒരു സ്നോ അവലാഞ്ചസിൽ പെട്ടിട്ട് പലപ്പോൾ വെഹിക്കിൾ ആക്സിഡൻ്റ് ആകാം. അതിനേക്കാളും കൂടുതൽ ഇങ്ങനെ അഡ്വേഴ്സ് ഈ ക്ലൈമറ്റും ഇതിലൊക്കെ ജീവിച്ചത് കൊണ്ട് പലരുടെയും ഹെൽത്ത് കണ്ടീഷൻ
വളരെ ഡീറ്റെയിൽഡ് ആണുള്ളത്. ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിൽ നമ്മുടെ ആക്ച്വലി ഒരാൾ 2 വർഷത്തിലധികം കണ്ടിന്യൂസ് ജോലി ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷേ BROക്ക് അങ്ങനെ റൂൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിൻ്റെ ആവശ്യം കൊണ്ട് അങ്ങനെ അത് പൂർണ്ണമായിട്ട് പാലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആകെ സൈന്യം മൊത്തത്തിലുള്ള എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ തരത്തിൽ ഫാറ്റലിറ്റി റേറ്റ് പെർസെൻറ്റേജ് വൈസ് ബോർഡർ റോഡ്സ് പെർസെൻറ്റേജ് വൈസ് അത് നമ്മളാരും തീരെ ചിന്തിക്കാത്ത ഒരു കണക്കാണ് അത്. ഹിമാലയൻ മേഖലകളിൽ BRO ജോലി ചെയ്യുമ്പോഴേ അവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇപ്പോൾ വെല്ലുവിളികൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രശ്നമല്ലേ ഈ മിലിറ്റൻസിൻ്റെ ഒക്കെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള തീവ്രവാദ ഭീഷണികൾ അതിനെതിരെയുള്ള നിങ്ങളുടെ ജാഗ്രത എന്തൊക്കെയായിരുന്നു? പൂനെയിൽ നിന്ന് നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ പോയി അൻഡമാൻ നിക്കോബാറിലായിരുന്നു. ഈ എല്ലാ ഐലൻഡുകളും കണക്ട് ചെയ്തിട്ട് ഒരു റോഡ് പോകണം. അതുപോലെ ആദ്യത്തെ ഐലൻഡിൽ 56 കിലോമീറ്റർ ആയിരുന്നു റോഡ്. പിന്നെ ആ 56 കിലോമീറ്ററിൽ റോഡ് ആദ്യം ഏൽപ്പിച്ചത് ലോക്കൽ PWD ആയിരുന്നു. PWD ജോലി ചെയ്തപ്പോൾ ഈ ട്രൈബൽസ് ജറവാസ് എന്ന് പറഞ്ഞൊരു ട്രൈബലാണ്. അണ്ടമാൻ്റെ ഏറ്റവും ഹോസ്റ്റൈലായിട്ടുള്ള ട്രൈബൽ ഒന്ന് ജറവാസ്, ഇതിനേക്കാളും ഹോസ്റ്റൈലായിട്ടുള്ള ഒന്നുണ്ട് സെന്റിനൽ. അത് വേറൊരു ഐലൻഡിലാണ്. സെന്റിനൽ ഐലൻഡിൽ ഇന്നേ വരെ ഒരാൾക്ക് പോകാൻ പോലും പറ്റില്ല. ഒരാളെ കൊല്ലുകയൊക്കെ ചെയ്തില്ല. അതെ. ഈ ജറവാസ് ഈ PWDയുടെ ജൂനിയർ എഞ്ചിനീയർ അടക്കം 8 പേരെ കൊന്നാണ്. അപ്പോൾ അവർ അമ്പ ചെയ്തു. അപ്പോൾ അതിനുശേഷം PWD ആകെ പരിഭ്രമിച്ചു. അപ്പോൾ അവർക്ക് പിന്നെ മനസ്സിലായത് ഈ ഒരു കണക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഓൺലി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഇന്ത്യസ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു. അങ്ങനെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അങ്ങോട്ട് പോയി. നമുക്ക് അവിടെ പ്രൊട്ടക്ഷൻ, ഒരു ബുഷ് പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അവർ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ അവർ ഗൺ എയർ ഇത് ചെയ്യുന്നു. കാരണം ഒരു സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ കുറച്ച് ബ്ലാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കാനുള്ള കാരണം അറ്റ്ലീസ്റ്റ് ഈ ട്രൈബൽസ് നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ദൂരെ മാറിക്കൊള്ളട്ടെ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. ഞങ്ങൾ വരുന്നുണ്ട്, മാറണമെങ്കിൽ മാറിക്കോ എന്നുള്ളതല്ലേ. അതെ. പിന്നെ നമ്മളെന്താണ് രാവിലെ പോകുന്നു, തിരിച്ച് ക്യാമ്പിലേക്ക് വരുന്നു. ഓപ്പൺ ജയിൽ എന്ന് പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വേറെ ആരും അങ്ങനെ ഒരു പോപ്പുലേഷൻ ഇല്ല, വേറെ ഒന്നുമില്ല, ആരുമായിട്ട് കണക്ഷൻ ഇല്ല, ഒരു ഇതുമില്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സൈറ്റിൽ പോകുമായിരുന്നു. ടൂൾസൊക്കെ വെച്ചതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ലേബറേയും പിറകിൽ എത്തിച്ചിരുന്നു. ക്യാമ്പിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഒരു സൈഡിലെത്തിയപ്പോഴിങ്ങനെ ജറവാസിൻ്റെ അമ്പ് എൻ്റെ വെഹിക്കിളിൻ്റെ മുകളിൽ പോകുന്നു. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എൻ്റെ പിറകിലിരുന്ന് അത് നമ്മളൊരു ലേബറായിരുന്നു, പുള്ളിക്ക് കൊണ്ട് ഇവിടെ കൊണ്ട്. അയ്യോ, അപ്പോൾ അതിലെന്താ വിഷാംശം ഉണ്ടാവില്ല? ഇന്നേ വരെ അവർ അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും മരിക്കാതെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ബ്ലഡ് വരുന്നു. പുള്ളി പെട്ടെന്ന് വെഹിക്കിളിൽ നിന്ന് ചാടാൻ പേടിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനെന്തോ ഇതിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റി. എനിക്ക് അമ്പ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ എങ്കിലും എന്തോ എത്ര ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. കാരണം അത് സ്ട്രെയിറ്റ് ആയിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഹുക്ക് ഉണ്ട്, കൂടുതലാണ്. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. നമ്മുടെ പേടി എന്താണെന്ന് വെച്ചാൽ ഇത് അധികം നേരം, കാരണം ഇവർ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നേരം ജീവിച്ചിരിപ്പില്ല എന്നുള്ളത്. നേരെ തിരിച്ച് ക്യാമ്പിലോട്ട് പോയി. ഏകദേശം 5 മണിക്കൂറോളം ദൂരമുണ്ട് അവിടെ എത്താൻ വേണ്ടി. കൊണ്ടുപോയി. പക്ഷേ ഇദ്ദേഹം രക്ഷപ്പെട്ടു. ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡല്ലേ പണിതുണ്ടായിരുന്നത്? അപ്പോൾ അത് കടലിൽ ആയിരിക്കൂലേ പണിതുണ്ടാവുക? അവിടെ ബ്രിഡ്ജ് പണിയണം നമ്മൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ ദ്വീപുകൾ നമ്മൾ റോഡ് അലൈൻമെൻറ്റ് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് എവിടെയാണ് ഏറ്റവും കുറവ് ഗ്യാപ്പ് 2 സൈഡിലുള്ള, അപ്പോൾ അവിടെ നമ്മൾ ബ്രിഡ്ജ് പണിയും. അതുപോലെയാണിത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ക്രോസിങ് കഴിഞ്ഞ് അടുത്തുള്ള ഐലൻഡ് അന്തമാൻ സെറ്റിലേഴ്സ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും പിന്നെ കേരളത്തിലുള്ളതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അവിടെ കുറേ സ്ഥലങ്ങൾ മലയാള പേരുകൾ ഇഷ്ടം പോലെ. നമ്മുടെ മലപ്പുറത്തുള്ള ഒരുപാട് പേരുണ്ട്. പരപ്പനങ്ങാടി, മഞ്ചേരി, എല്ലാ സ്ഥലങ്ങളും അവിടെ ഉണ്ട്. പിന്നെ മണിപ്പൂരിനെ പറ്റി പറഞ്ഞല്ലോ, അത് ഈ കലാപ സമയത്ത്, അതായത് വംശീയ കലാപം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തായിരുന്നു അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നാഗാലാൻഡ് ആയിരുന്നു മണിപ്പൂരിലുള്ള സെക്ടർ നമ്മുടെ പിന്നെ കീഴിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ. നാഗാലാൻഡിൽ 3 ടെന്യൂറിൽ ഓൾമോസ്റ്റ് 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. നാഗാലാൻഡിൽ അവിടെയുള്ള ഇൻസർജൻസിയിൽ ഏറ്റവും ടോപ്പ് ആയിരിക്കുന്നത് NSCN IM എന്നുള്ളതാണ്. നമ്മളെ ഇവൻ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു നോട്ടീസ് തരും, ഒരു വാർണിംഗ് തരും. ഒരു ഡിസിപ്ലിനാണ് അവരുടെ. അപ്പോൾ എൻ്റെ ഒരു ക്യാമ്പിൽ അവരൊരു നോട്ടീസ് തന്നു, NSCN അതായത് നിങ്ങളുടെ എക്സ്പ്ലോസീവ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. 1 തന്നു, 2ാമത് തന്നു, 3ാമത് തന്നെങ്കിൽ എനിക്കറിയാം ഇത് വളരെ പ്രശ്നമുള്ളതാണ്. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ 3ാമത്തെ നോട്ടീസിൽ എന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫുൾ നശിപ്പിച്ചാലും അളവായ ഉണ്ടാവാം, വെഹിക്കിൾ ഇതാവാം. അപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടുത്തെ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസർ കമാൻഡിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മെസ്സേജ് ചെയ്തു, ഞാൻ നാളെ രാവിലെ വരുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയ ഉടനെ ഞാനും എന്തെങ്കിലും എൻ്റെ വെഹിക്കിളിലോ പിന്നെ എന്തെങ്കിലും ആംസ് ഉണ്ടോ അതൊക്കെ അവരെന്നെ ചെക്ക് ചെയ്തു. ദെൻ അവർ പറഞ്ഞു നമ്മുടെ ക്യാമ്പിലേക്ക് വരണം. അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു ഞങ്ങൾ ഇതാണ് നോട്ടീസ് വന്നൊക്കെ അറിയാമല്ലോ,
യു ഷുഡ് ഗീവ് ദിസ് എക്സ്പ്ലോസീവ് ടു അസ് ഇമ്മീഡിയറ്റ്ലി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്, എനിക്ക് ഈ ഏരിയ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള മാത്രം ഉദ്ദേശം, അത് ഞാൻ പോകും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തന്നെ ചെയ്യാം. രണ്ടുപേരുടെ കയ്യിലും AK-47 ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് ഇങ്ങനെ പേടിപ്പിച്ചു. എനിക്കെന്തോ എപ്പോഴും അങ്ങനെയുള്ള കാര്യത്തിൽ പലപ്പോഴും ഒരു ഭയം ഉണ്ടാവാറില്ല, ഒന്നും സംഭവിക്കില്ല എന്നൊരു തോന്നലാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ എക്സ്പ്ലോസീവ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു. എക്സ്പ്ലോസീവ് എപ്പോഴും നിങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യുന്നത് കേൾക്കാറുണ്ട്, കാരണം നമുക്കെപ്പോഴും സ്റ്റോൺ കോറിയിൽ ബ്ലാസ്റ്റ് ചെയ്യുന്നതായിരുന്നു. ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പിൽ ഉള്ളതായിരുന്നു, അപ്പോൾ എല്ലാം പിന്നെ കഴിഞ്ഞു, തീർന്നു പോയി, ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. രാത്രി ഒരു 11-12 മണി വരെ എന്നെ ഇങ്ങനെ പഠിപ്പിച്ച് ഇതാക്കി ഇത് ചെയ്തു. പിന്നെ ഓരോ പ്രാവശ്യം ചോദിക്കുന്നതിന് ശേഷം അവരുടെ ഹെഡ് ക്വാർട്ടറിൽ അവർ സംസാരിക്കുന്നുണ്ട്, അവരുടെ കമാൻഡറോട്. ദെൻ അവർ പറഞ്ഞു നമ്മുടെ ഹെഡ് ക്വാർട്ടറിലേക്ക് പോകുന്നു. എന്നെ ഹെഡ് ക്വാർട്ടറിൽ കൊണ്ടുപോയില്ല, അവിടുന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു വില്ലേജിൻ്റെ അടുത്താണ് ഇരുത്തിച്ചത്. പിന്നെ കമാൻഡർ വിളിക്കാൻ വേണ്ടി പോയി. കമാൻഡർ പറഞ്ഞാൽ നമ്മുടെ കേണൽ റാങ്ക് ഉള്ള ഒരാൾ, പക്ഷേ അയാൾ വളരെ ഡീസൻ്റായിട്ട് മാത്രമേ സംസാരിച്ചുള്ളൂ. എന്നോട് പറഞ്ഞ് പ്ലീസ് നമുക്ക് ഇത് വേണം, എക്സ്പ്ലോസീവ് വേണം, നമ്മുടെ ഒരു ഇതാണ്, അത്യാവശ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ, ഇപ്പോൾ ഈ മണിപ്പൂറും നാഗാലാൻഡിലൊക്കെ ഈ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് പൊതുവെ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങോട്ട് തരാറില്ല, കൊടുത്തേക്കാറില്ല. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും എക്സ്പ്ലോസീവ് എന്തെങ്കിലും ശബ്ദം എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ യു കൻ ഡു വാട്ട് എവർ യു വാണ്ട്, യു നോ, ഞാനിവിടെ ഇരിക്കുന്നെല്ലാം അറിയാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഒരു വോയിസ് റൈസ് ചെയ്തിട്ടോ ഒന്നും അയാൾ സംസാരിച്ചില്ല. പിന്നെ എന്നോട് പറഞ്ഞു യു ജസ്റ്റ് റൈറ്റ് ടു സെൻട്രൽ ഗവൺമെൻറ് ടു സെൻഡ് സം എക്സ്പ്ലോസീവ്. ഞാൻ പറഞ്ഞു ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു. ഓക്കെ, അതെ. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ 2 ഓഫീസറോടും എൻ്റെ ക്യാമ്പിൽ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം, ഞങ്ങൾ ഇങ്ങനെ ആരും പേടിക്കണ്ട, വർക്കുമായിട്ട് മുന്നോട്ട് പോയിക്കോളും. അവരവിടെ വന്നു, അവരുടെ മുമ്പാകെ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്ത് ഫൂളിഷ്നെസ് അവർ കാണിച്ചത്. അതായത് ഏതെങ്കിലും മിലിറ്ററി ഓഫീസർ അടുത്ത് ചോദിച്ചാൽ എക്സ്പ്ലോസീവ് ഏതെങ്കിലും മിലിറ്ററി ഓഫീസർ കൈമാറുമോ? അവർക്ക് അറിയാം അത് അങ്ങനെ. ചില സമയത്ത് എന്താണ് അവരുടെ പല ലൂട്ടിങ് പലതും നടന്നിട്ടുണ്ട് അവിടെ. ക്യാഷ് ലൂട്ടിങ് നടക്കാറുണ്ട്. ഇതെന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളാരും പോയില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും, അത് തീർച്ചയാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഇതുപോലെ പഴയ നമ്മുടെ എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഞാനൊരു സ്ഥലത്തിട്ട് കുഴിച്ചിട്ടു മൂടി. അതൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോയി, പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. 1-2 ദിവസം കൊണ്ട് എൻ്റെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. പല സ്ഥലത്തുള്ളിടത്തുനിന്നൊക്കെ വാങ്ങിച്ച് അത് നമ്മൾ ബറി ചെയ്തു. ഇവർക്ക് ശരിക്കും അവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോയിക്കൂടായിരുന്നു. അത് അറിയുന്നില്ലല്ലോ എവിടെയാണ് വെക്കുന്നത് എന്നുള്ളത്. നമ്മളങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള പല ചില സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. ഇന്ത്യ ചൈന ബോർഡറിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളതൊക്കെ BRO ആണല്ലോ. അപ്പം അത് വളരെ സെൻസിറ്റീവ് ഏരിയ ആണല്ലോ. അവിടെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? അവിടെ പല സ്ഥലത്തും അങ്ങനെ ഒരു ഫെൻസിങ്ങോ ഇതൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾക്ക് ചൈന ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ വർക്കിന് യാതൊരു ഇതില്ല. നമുക്ക് ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുന്നു. 55,000 കിലോമീറ്റർ റോഡും 500-ലധികം പെർമനന്റ് പാലങ്ങളും പണിതു. ഞാൻ എവിടെയോ വായിച്ചു കേട്ടു. താങ്കളുടെ ഒരു കരിയർ ഹിസ്റ്ററിയിൽ ഏറ്റവും ടഫസ്റ്റ് വർക്ക് ഇതിൽ ഏതായിരിക്കും? ഇപ്പോൾ 63,000-65,000-ലധികം കിലോമീറ്റർ റോഡ് ചെയ്ത് കഴിഞ്ഞു. ബ്രിഡ്ജും മോർ ദാൻ 1000 നമ്പർ ഓഫ് ബ്രിഡ്ജസ് ചെയ്ത് കഴിഞ്ഞു. ടഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഞാൻ ഇത്രയും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ബോർഡർ റോഡ്സുള്ള എല്ലാ സ്ഥലങ്ങളും ടഫസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ടഫസ്റ്റ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ നോർത്ത് അണ്ടമാൻ ട്രങ്ക് റോഡ് കുറച്ച് ടഫസ്റ്റ് ആയിരുന്നു. രാജസ്ഥാനിലെ ടാർ ഡിസേർട്ടിൽ വെച്ചാൽ വളരെ ടെമ്പറേച്ചർ കൂടി കൊണ്ടുള്ള പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നും ഓർമ്മിക്കാൻ പറ്റിയത് പ്രൊജക്ട് തീർച്ചയായിട്ടും അടൽ ടണൽ തന്നെയാണ്. ഏറ്റവും ഉയരത്തിൽ പണിത ഒരു തുരങ്കാണല്ലോ അടൽ ടണൽ എന്ന് പറയുന്നത്. ഏതാണ്ട് 10,000 അടി ഉയരത്തിൽ 9 കിലോമീറ്ററിലധികം നീളത്തിൽ പണിതാണ്. താങ്കൾ അതിന്റെ ചുക്കാൻ പിടിച്ച ഒരു വലിയൊരാളാണ്. അതിന്റെ നിർമ്മാണ സമയത്തുള്ള ഒരു വെല്ലുവിളികൾ സംസാരിക്കും. 10,000 അടി ഉയരത്തിന് മുകളിൽ ഉള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലാണ്. മനാലി മുതൽ ലേയിൽ വരെയുള്ള ട്രൂപ്പിനുള്ള മൂവ്മെൻറ്റ്, അതായത് ഓൾ വെതർ കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ടണൽ കണക്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലുള്ള 2 ഡിസ്ട്രിക്ട് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. അതിനിടയിലാണ് റോത്താങ് പാസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ റോത്താങ് പാസിൻ്റെ ഏരിയ വന്നിട്ട് ഓൾമോസ്റ്റ് 6 to 7 മന്ത് സ്നോ കൊണ്ട് മൂടിയിരിക്കും. ഇപ്പോൾ 60-70 ഫീറ്റ് വരെ സ്നോഫോൾ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ലാഹോൾ സ്പിറ്റി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 6 മുതൽ 7 വരെ മാസം അവർ ത്രൂ ഔട്ട് 7 മാസം എവരി ഇയറിലും കട്ട് ഓഫാണ്. ഔട്ട് ഓഫ് വേൾഡുള്ള സ്ഥലമായിട്ട് യാതൊരു കണക്ഷനില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ടണൽ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ ഈ ടണലിൻ്റെ ചലഞ്ചസ്, നമ്മുടെ വർക്കിലുള്ള ചലഞ്ചസ് എന്ന് വെച്ചാൽ ഇത്
ഈ ടണലിനെ ലോകത്തിൽ ഇന്ന് വരെയുള്ള ടണലിൽ ഏറ്റവും ടഫസ്റ്റ് ടണലുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പൊതുവെ ഹിമാലയൻ റീജിയനിലുള്ള ടെറൈൻസ് അത് വളരെ ജിയോളജിക്കലി വീക്ക് ടെറൈനാണ്. നമ്മുടെ ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെയാണെങ്കിൽ നല്ല റോക്ക് കണ്ടീഷൻ വളരെ നല്ലതാണ്. ടണൽ പണിയുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ മേപ്പാടി ടണൽ വരെ പോകുന്നുണ്ട് കേരളത്തിൽ, വയനാട് തുരങ്കപാത. അതെ. അപ്പോൾ അവിടെയുള്ള റോക്ക് കണ്ടീഷൻ വളരെ നല്ലതാണ്. ഈ ടണൽ ഉണ്ടാക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഹിമാലയൻ റീജിയനിൽ. ഈ ടണലിൻ്റെ മുകളിലൂടെ ഒരു സെരി നാല എന്ന പേരാണെങ്കിൽ ഒരു റിവർ തന്നെയാണ്, അത് ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് ഒഴുകുന്നതുകൊണ്ട് അതിൽ പിന്നെ ഈ സോയിൽ വളരെ ലൂസ് സോയിലായിരുന്നു ആ ഒരു സ്ഥലത്ത്. ടണൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ, ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള വെള്ളം ഇതിൽ ലീക്കായിട്ട് വരാൻ തുടങ്ങി. ഓൾമോസ്റ്റ് 3.5 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ, ഇത്രയും വാട്ടർ ഫ്ലോ അതിപ്പോഴും പോകുന്നുണ്ട്. നമ്മളതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള മക്ക് ഫ്ലോ, വളരെ മേജർ മക്ക് ഫ്ലോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്ന ടണൽ സ്ക്വീസിങ് എന്ന് പറയും, ഇങ്ങനെയുള്ള ഫിനോമിനൽ. പിന്നെ ടണൽ ബേസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ഇടിയൽ. അത് കംപ്ലീറ്റ് കൊളാപ്സ് ആവാണ്. നമ്മളൊരു സ്ഥലത്ത് ടണൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ലൈനിങ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ വാച്ച് ചെയ്യും, ചിലപ്പോൾ മാസങ്ങളോളം വാച്ച് ചെയ്യും. അപ്പോൾ അതുവരെ നമ്മൾ വാച്ച് ചെയ്തിട്ട് മാത്രമാണ് പിന്നെ അടുത്ത ലൈനിങ് നമ്മൾ ചെയ്യുന്നത്, കോൺക്രീറ്റ് ലൈനിങ് ചെയ്യുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മുടെ അലൗവബിൾ ഡിഫോർമേഷനേക്കാളും കൂടുതൽ ഡിഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അഡീഷണൽ റോക്ക് ബോൾട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ടണൽ കൊളാപ്സ് ആയി. ഒരു 30 മുതൽ 50 മീറ്റർ വരെ ടണൽ കൊളാപ്സ് ആയി. അതെ, അത് എന്തോ ഒരു ഭാഗ്യമായിരുന്നു. അതൊരു ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതേ സമയത്ത് തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു ഫോൾട്ട് സോൺ എന്ന് പറയും. ഒരു ടണലിലും കണ്ടിന്യൂസ്ലി ഇതുപോലുള്ള വീക്ക് സോൺ ഉണ്ടാവാറില്ല. 587 മീറ്റർ ഇങ്ങനെയുള്ള വളരെ വീക്ക് സോണിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും റിസ്കി ആണെങ്കിൽ പോലും ഇതിൽ ഒരു ആളപായം ഉണ്ടായിട്ടില്ല. താങ്കളുടെ ഒരു റോള് ശരിക്കും അതിൽ എന്താ? BRO ആണ് ടണൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനാണ് അതിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ആ സമയത്ത്. നമ്മളാണ് അതിൻ്റെ എംപ്ലോയർ, നമ്മളാണ് എല്ലാം കൺട്രോൾ ചെയ്യേണ്ടതും എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടതും നമ്മുടെ ആണ്. പിന്നെ ഈ വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കോൺട്രാക്ടറായിരുന്നു. പിന്നെ അതിന് പുറമെ നമുക്ക് പല സൂപ്പർവിഷൻ കൺസൾട്ടൻസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ, പിന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വർക്ക് അത് സവറോണിക് പറഞ്ഞ വേറൊരു കമ്പനിയാണ് ഏൽപ്പിച്ചിരുന്നത്. എല്ലാം BRO അല്ല, BRO ആണ് എല്ലാം നോക്കുന്നത്, എല്ലാം നമ്മൾ പണി ഏൽപ്പിക്കുന്നത്. അതെ, പിന്നെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം, വളരെ ഇതായിട്ടുള്ള നമ്മുടെ എല്ലാ ഉത്തരവാദിത്തം മുഴുവനും BRO തന്നെയാണ്. അടൽ ടണൽ എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാക്കിയിട്ടുള്ള നീളം കൂടിയ ടണൽ, പിന്നെ അതിന്റെ ഒരു റേഡിയസ് ഉണ്ടല്ലോ, അതും വളരെ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് പറയൂ. അത് 1.5 കിലോമീറ്ററിന് കൂടുതൽ നീളമുള്ള ഒരു ടണലിന് അതിൻ്റെ പേരലായിട്ട് ഒരു എസ്കേപ്പ് ടണൽ വേണമെന്നാണ്. എന്തെങ്കിലും ഇൻ കേസ് ഒരു കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു ടണൽ കൂടെ വേണം. ഈ ടണലിൻ്റെ പ്രത്യേകത, ഈ എമർജൻസി എസ്കേപ്പ് ടണൽ മെയിൻ ടണലിൻ്റെ താഴെയാണ്, അണ്ടർഗ്രൗണ്ട്, സൈഡിലല്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് എവരി 500 മീറ്ററിൽ ഒരു എക്സിറ്റ് ഉണ്ട് ടണലിലേക്ക്. അത് കൃത്യമായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ഇതിനകത്ത് ടണലിനകത്ത് 2 മോട്ടോർ ഓപ്പറേറ്റഡ് വെഹിക്കിൾസും കൂടെ വെച്ചിട്ടുണ്ട്. ഈ എസ്കേപ്പ് ടണൽ സാധാരണ സൈഡിലാന്ന് പറഞ്ഞല്ലോ, ഇത് അടിയിലാന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ സൈഡിലുള്ള ടണൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ ജിയോളജിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഡിസൈൻ ഇത് രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കൊളാപ്സ് വരുന്നു, സൈഡ് ടണലും കൊളാപ്സ് ചെയ്യുന്നു, ഇത് ഒരു സ്ഥലം കൊണ്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തത്. എക്കോളജിക്കലി വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയകളിലാണല്ലോ BRO വർക്ക് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ തുരങ്കങ്ങൾ പൊട്ടിക്കാൻ. അപ്പം അതിന് വലിയ ആഘാതം ഉണ്ടാക്കാത്ത രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? കൺട്രോൾ ബ്ലാസ്റ്റിംഗ് എന്ന് പറയും, മറ്റൊന്ന് കെമിക്കൽ ബ്ലാസ്റ്റിംഗ്. കൺട്രോൾ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന എക്സ്പ്ലോസീവ് അതിൻ്റെ ക്വാണ്ടിറ്റി അത് ലിമിറ്റ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റിംഗ് ചെയ്യുകയാണ്. പക്ഷേ ബ്ലാസ്റ്റിംഗ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ആഘാതം കുറച്ച് കുറയും. കെമിക്കൽ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിൽ ക്രാക്ക് ഉണ്ടാക്കുക, അപ്പോൾ കൂടുതൽ ആഘാതം ഉണ്ടാവില്ല. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്തൊക്കെ തരം അഡ്വാൻസ് ടെക്നോളജീസ് ആണ് ഈ അടൽ ടണൽ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അടൽ ടണലിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി എന്നാണ് പറയുന്നത്. ഒരു പുതിയ ടണലിംഗ് മെത്തഡോളജി. ഇപ്പോഴത് സക്സസ്ഫുൾ ആയതിനു ശേഷം ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ ടണലിലും ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ടണൽ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഇന്ത്യക്ക് കംപ്ലീറ്റ് നല്ലൊരു കോൺഫിഡൻസ് ആണ്. ഇനി നമുക്ക് വേറെ ആരുടെ ആവശ്യമില്ല. അപ്പോൾ അതൊരു ആ ഒരു പ്രത്യേകത കൂടി ടണലുണ്ട്, നല്ലൊരു കോൺഫിഡൻസ് ലഭിച്ചു. ഈ BROയ്ക്ക് റോക്ക് സ്റ്റഡി ചെയ്യുന്ന ഒരു വിങ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുമായിട്ട് എങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കുന്നത്? അത് ജിയോളജിസ്റ്റാണ് നമ്മൾ ഉണ്ടാകുന്നത്. ജിയോളജിസ്റ്റാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ടണലിന് പ്രത്യേകിച്ചും. റോഡിലായാലും ആവശ്യമാണ്. പക്ഷേ നമ്മുടെ റോഡിൽ പൊതുവേ ഇന്ത്യയിൽ നമ്മുടെ ഹൈവേ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്.
ഇവിടെ നമ്മുടെ ഈ ടണലിനെ സംബന്ധിച്ചിടത്തോളം ജിയോളജി എന്താണ് റോക്കിൻ്റെ, അത് ജിയോളജിസ്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്യും. ജിയോളജിസ്റ്റ് ആൻഡ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഉണ്ടാവും. അത് ഇന്ന ക്ലാസിഫിക്കേഷനാണ്, ഇതിന് ഇത്ര റൗണ്ട് ലെങ്ത് പോകാം, ഇത്ര പിന്നെ ബ്ലാസ്റ്റിങ്ങിൻ്റെതും നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാവും. അത് ഡിസൈൻ തരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ റോക്ക് കണ്ടീഷൻ ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫർദർ ബ്ലാസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ ചെളി വരുന്നത് പോലെ തന്നെയും പിന്നെ അതുപോലെ ഇടിയുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു ഭീഷണിയല്ലേ അവിടെ മഞ്ഞ് എന്ന് പറയുന്നത്? കാരണം അത്രയധികം മഞ്ഞുള്ള ഏരിയ ആണല്ലോ. അത് മഞ്ഞുണ്ടാക്കിയ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഓൾമോസ്റ്റ് 6 to 7 month റോഡ് ക്ലോസ് ആണ്. ഒക്ടോബർ ആകുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സെറ്റപ്പ് വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് മനാലിയിട്ട് കൊണ്ടുവരണം. എല്ലാം മാൻ പവർ എവരിത്തിങ്. പിന്നീട് രണ്ടാമതും ഏകദേശം മെയ് മാസം ആകുമ്പോഴാണ് രണ്ടാമത് റോഡ് റീഓപ്പൺ ചെയ്ത് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത ആ ടണലിൻ്റെ ഫേസ് ഇതുണ്ടല്ലോ, പോർട്ടൽ അതൊക്കെ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കും. ആദ്യം കംപ്ലീറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്നു, പിന്നീട് അതിന് ശേഷമാണ് പണി തുടങ്ങാൻ വരുന്നത്. പിന്നെയുള്ള ടെക്നിക്കൽ ചാലഞ്ച്, കാരണം ഇത്രയും കോൾഡ് നമ്മുടെ ടെമ്പറേച്ചർ വരുമ്പോൾ, മൈനസ് ടെമ്പറേച്ചർ വരുമ്പോൾ കോൺക്രീറ്റിംഗ് എന്നുള്ളത് അതിനൊരു ഇതുണ്ട്. മിനിമം ഒരു 5 degree centigrade എങ്കിലും കോൺക്രീറ്റ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺക്രീറ്റ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, കോൺക്രീറ്റ് ബാച്ച് മിക്സ് പ്ലാന്റിൽ അവിടെയൊക്കെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്, ഇവൺ വാട്ടർ ഹീറ്റഡ് പിന്നെ മെറ്റീരിയൽസ് ഹീറ്റഡ്, അങ്ങനെയാണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ 20 ഡിഗ്രിയിലെങ്കിലും പൊതുവെ കൊണ്ടുപോകുന്നു. പിന്നെ അത് സൈറ്റിൽ ലേ ചെയ്യുമ്പോൾ സൈറ്റിലും ആ ടെമ്പറേച്ചർ വേണം. അപ്പോൾ സൈറ്റിലും ഒന്ന് ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചർ നമ്മൾ അങ്ങനെയാണ് പിന്നെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നിലവിൽ BROയിൽ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജി ഉണ്ടല്ലോ റോഡ് നിർമ്മാണത്തിൽ, നമ്മുടെ നാട്ടിലെ റോഡ് നിർമ്മാണമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ തരം അഡ്വാൻസ് ടെക്നോളജീസ് ആണ് ഉള്ളത് ഉപയോഗിക്കുന്നത്? ഹിമാലയൻ റീജിയനിൽ വരുന്നത് പല ഹില്ലും നമ്മൾ റിട്ടേണിംഗ് വാൾ ചെയ്തുകൊണ്ടൊന്നും നിൽക്കില്ല. ചിലപ്പോൾ ഹില്ല് കംപ്ലീറ്റ് മൂവായിട്ട് വരുന്നുണ്ടാവും. ഒരു കംപ്ലീറ്റ് ഹില്ലാണ് മൂവ്. നമ്മൾ ചെറിയ റിട്ടേണിംഗ് വാൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ചിലപ്പോൾ ഒരു 10, 100, 150 മീറ്ററോ ഉള്ള നീളത്തിലുള്ള ഒരു ഹില്ല് 10, 200 മീറ്റർ ആയിരിക്കും ഡൗൺ ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സോയിൽ സ്റ്റെബിലൈസേഷൻ അത് വരാൻ ഒരു പ്രാവശ്യം കൊളാപ്സ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാമത് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട് കംപ്ലീറ്റ് സ്റ്റെബിലൈസ് ചെയ്യുക. അതൊരു നല്ല ഹൈ ഇതായിട്ടുള്ള ടെക്നിക്കാണ്. ഞാൻ എൻ്റെ സർവീസിൽ ഞാൻ ഒരു 5-6 സ്ഥലത്ത് ഇതുപോലെയുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് സോയിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവ്മെൻറ്റ് കംപ്ലീറ്റ് സ്റ്റോപ്പായി. പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലെ റോഡുകളെ ഓരോ മഴയിലും തകരുന്നത് നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. പക്ഷേ ഇത്രയും പാരിസ്ഥിതികമായിട്ടുള്ള പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന സ്ഥലത്ത് BRO ഉണ്ടാക്കുന്ന റോഡുകൾ ഈ തരത്തിൽ തകർന്ന് കാണുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ആദ്യം ചെയ്യുന്നത് വളരെ പ്രിസൈസായിട്ട് നമ്മുടെ സർവേ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കും. ഒരു അലൈൻമെൻറ്റ്, പുതിയ അലൈൻമെൻ്റ് ആണെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്ലൈഡ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇന്ന പ്രൊട്ടക്റ്റീവ് വർക്ക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ചെയ്യുമ്പോൾ റോഡിൻ്റെ പ്രൊട്ടക്റ്റീവ് വർക്ക്സിനാണ് നമ്മുടെ കോസ്റ്റ് കൂടുതൽ. അതായത് കട്ട് ചെയ്ത് അതിനെങ്ങനെ സ്റ്റേബിളാക്കി ഉണ്ടാക്കി അതിനാണ് കോസ്റ്റ്. നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന അധിക റോഡ് നമ്മൾ റോഡിന് ടാറിട്ട് പോകുക എന്നുള്ളത് മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു പ്രശ്നമാണത്. അല്ല, നമുക്ക് ഈ മണ്ണിടിച്ചിലൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെറുതെ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത് മഴയത്ത്? അവിടെ മഞ്ഞല്ലേ, അതെന്തുകൊണ്ടായിരിക്കും തോന്നുന്നത്? എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം അതിന് ഇതുണ്ട്. IRCയുടെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അത് പ്രകാരം പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് ചിലപ്പോൾ പാലിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ കൊണ്ട് പ്രശ്നം ഉണ്ടാവണം എന്നില്ല, നന്നായി റോഡ് ഉണ്ടാക്കിയാൽ നിലനിൽക്കും. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലൊക്കെ മഴ 7-8 മാസം പലയിടത്തും മഴയുള്ളതാണ്. മഴ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ അതിനെ എങ്ങനെ അതിൻ്റെ എന്താണ് പിന്നെ മെത്തഡോളജി അവിടെ വേണ്ടുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മൾ റോഡ് ഉണ്ടാക്കുന്നത്. അതെ, ഇപ്പോൾ താങ്കളുടെ ഒരു BROയിൽ ഒരു എക്സ്പെർട്ടൈസ് വെച്ചിട്ടൊക്കെ ആയിരിക്കില്ല. താങ്കൾ ഇപ്പോൾ കിഫ്ബിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണല്ലോ. അപ്പം വയനാട് തുരങ്കപാതയുടെയും കൂടി ചിലപ്പോൾ ചുമതല ഉണ്ടാവും. അപ്പം മറ്റ് നോർത്തേൺ ഭാഗങ്ങളിൽ തുരങ്കം നിർമ്മിച്ചതും ഇപ്പം വയനാട് തുരങ്കപാതയിൽ ഈ തരത്തിലുള്ള നേതൃത്വം കൊടുക്കുന്നതും തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോൾ എന്താ തോന്നുന്നു? വയനാട് തുരങ്കത്തിൽ എനിക്ക് അഷ്വർ ചെയ്യാം, ഈ ഒരു തുരങ്കം ഉണ്ടാക്കുമ്പോൾ കാര്യം യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അതിൻ്റെ പ്രോഗ്രസ്സും വളരെ നല്ലതായിരിക്കും. ഇനി എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഇൻഫാക്റ്റ് ചിലപ്പോൾ, കാരണം നമ്മളൊരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറാണ്, നമുക്കെല്ലാം നേരിട്ട് കാണാൻ പറ്റാത്തതാണ് എന്താണുള്ളത്. അത് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അവിടെ കണ്ടു മുന്നോട്ട് പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് ടണൽ പ്രോഗ്രസ് ആയിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ പൊതുവേ ഇതിൻ്റെ ജിയോളജി സ്റ്റഡി ചെയ്തത് പ്രകാരം ഇവിടുത്തെ ടണലിൽ യാതൊരു പ്രോബ്ലവും ഉണ്ടാവാൻ സാധ്യതയില്ല.
പ്രത്യേകിച്ച് അവിടുത്തെ അടൽ ടണലിന്റെ ഏരിയ ഒക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി എത്രയോ സേഫ് ആയിരിക്കും അല്ലേ? ഞാൻ ഷുവർ ചെയ്യുന്നത് 100% സേഫാണ്. അൺലെസ് നമ്മൾ സ്വയം സേഫ്റ്റി തീരെ ഒരു മെഷേഴ്സും എടുത്തില്ല എന്നുള്ള പ്രോബ്ലമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് 100% സേഫ്. അടൽ ടണലിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഉറപ്പ് തരുന്നത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതാണ്. പിന്നെ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടു, ഈ ഹൈവേ നിർമ്മാണത്തിലെ കാഞ്ഞങ്ങാടും മലപ്പുറത്തും ഒക്കെ വല്ലാണ്ട് മണ്ണിടിഞ്ഞ് സർവീസ് റോഡിലേക്കൊക്കെ ഇടിഞ്ഞു വീണത്, അത് നിരീക്ഷിച്ചപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? സോയിൽ സ്റ്റെബിലൈസേഷൻ ഒരു പ്രശ്നമായിരിക്കാം. പിന്നെ ഇത് ഇപ്പോഴും റോഡിൻ്റെ പ്രധാന ശത്രു വെള്ളം തന്നെയാണ്. ഇത് റോഡ് നമ്മുടെ ടാറിൻ്റെ മാത്രമല്ല, അതിനുണ്ടായിരിക്കുന്ന ബേസ്. അപ്പോൾ ഇതിൽ വെള്ളം ഇതിൻ്റെ അകത്ത് പെനിട്രേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും പോയി കാണും എന്നുള്ളതാണ്. അതിൻ്റെ എന്താണ് ഞാൻ സൈറ്റിൽ പോകാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പാലം വരേണ്ട സ്ഥലമാണെന്നൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതെ, അത് തീർച്ചയായും വളരെ നല്ലൊരു ഇതാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ പലയിടത്തും നമ്മൾ അങ്ങനെയാണ്. ഞാൻ കിഫ്ബിയിലായതുകൊണ്ട് പറയുകയാണ്, നമ്മൾ അധികം ഫില്ലിങ് നമ്മളധികം എൻകറേജ് ചെയ്യാറില്ല. ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഉടനെ ഇപ്പോൾ ഒരു 5-10 മീറ്റർ നമ്മുടെ ഫില്ലിംഗ് ആണെങ്കിൽ നമ്മൾ പൊതുവെ അങ്ങനെ പോകാറില്ല. ലെൻസ് സ്പാനായിട്ട് കുറച്ച് കൊണ്ടുവന്ന് ഒരു 2-3 മീറ്റർ ഫില്ല് ചെയ്ത് പോവുക. അതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിൽ, അതായത് ആലപ്പുഴ ആ ഏരിയയിലൊക്കെ ഒരിക്കലും നമ്മൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാൻ പാടില്ല. ലെൻസ് സ്പാൻ കുറച്ച് കോസ്റ്റ് ആയിക്കോട്ടെ, ബട്ട് ദാറ്റ് ഈസ് സേഫ്. ഫില്ലിങ് ചെയ്തുകൊണ്ടാണല്ലോ ഇത് പറ്റിയത്. ഇത്രയും കൂടുതൽ ഹൈറ്റ് ഓഫ് ഫില്ലിംഗ് അവിടെ കുറക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പാലമായിരുന്നു കുറച്ചും കൂടി അഡ്വൈസ്. അതെ, പാലത്തിൻ്റെ സ്പാൻ ഇൻക്രീസ് ചെയ്തിട്ട് ലാസ്റ്റ് എൻഡിൽ മാത്രം, അതായത് 2-3 മീറ്ററുള്ള ഫില്ലിങ്ങിൽ നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ഒന്നാമത് നമുക്കിവിടെ മണ്ണ് കിട്ടുക എന്നുള്ളതും വലിയൊരു പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പല പ്രൊജക്റ്റുകളും പിന്നെ NHAയുടെ പ്രൊജക്റ്റുകളും നീണ്ടു പോകുന്നുണ്ട്, മണ്ണിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട്. ലെൻസ് സ്പാൻ അവർ ചെയ്യാതിരിക്കാനുള്ള കാരണം പൊതുവെ ഇതായിരിക്കാം, ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ മറ്റതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ BRO ചെയ്ത റോഡുകളിലൊക്കെ കുറച്ച് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പിന്നെ അത് വേസ്റ്റ് പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബിറ്റുമിൻ്റെ കൂടെ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാം. എല്ലാ പ്ലാസ്റ്റിക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ വരുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എക്കോളജിക്കൽ പ്രശ്നം, അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പോകുന്ന പോയ്സണസ് ഗ്യാസ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒന്നാമത് ഇവിടെയുള്ള പല ഏരിയയും വളരെ നമ്മളെല്ലാം അങ്ങനെ കാലിയായിട്ടുള്ള സ്ഥലങ്ങളില്ലല്ലോ. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് മാറാം. അപ്പോൾ അത് ഷുഡ് ബി വെരി കെയർഫുൾ. അതും കൂടെ നോക്കണം, എക്കോളജി കൂടെ നോക്കണം, പിന്നെ പ്ലാസ്റ്റിക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കണം. കിഫ്ബിയുടെ അണ്ടറുള്ള പ്രൊജക്ട്സിലൊക്കെ സാറിൻ്റെ ഒരു BROയിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പെർട്ടൈസ് കൃത്യമായിട്ട് എന്തായാലും ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. ആ തരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവിടുത്തെ നിർമ്മാണത്തിൽ കൊണ്ടുവന്നത്? കിഫ്ബിയുടെ റോഡിനെ ഞാൻ പറ്റി പറയാണ്ട് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, കിഫ്ബിയുടെ റോഡിൽ ക്വാളിറ്റി 100% ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കിഫ്ബി റോഡിൽ എവിടെയും അങ്ങനെ ഒരു ഡാമേജ് കണ്ടതായിട്ട് എൻ്റെ അറിവിലില്ല. എല്ലാ സ്പെസിഫിക്കേഷനും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത്, നമ്മുടെ ഇൻസ്പെക്ഷൻ വിങ് ഉണ്ട്, അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും പിന്നെ മറ്റ് പല വിങ്ങുകളും ഞാനടക്കം പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അഥവാ ഇനി എന്തെങ്കിലും ചെറിയ സംഗതികൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് റിപ്പയർ ചെയ്ത് അത് ശരിയാക്കി കഴിയുന്നുണ്ട്. മലനിരകളിൽ ഇതുപോലെ ജോലി ചെയ്തല്ലോ, പലതരത്തിലുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസിൽ. അതുപോലെ കടലിൻ്റെ അടിയിൽ വല്ല പ്രൊജക്റ്റും ചെയ്തിട്ടുണ്ടോ? ഈ ബ്രഹ്മപുത്ര ടണൽ പ്രൊജക്റ്റ് എന്തുവായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അതിൽ ടണൽ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് അണ്ടർ വാട്ടർ ടണലാണ് റിവറിൻ്റെ അടിയിലൂടെ. അതിൻ്റെ DPRന് വേണ്ടിയിട്ടായിരുന്നു ബോർഡർ റോഡ്സിനെ നിയമിച്ചിരുന്നത്. ആ DPR സബ്മിറ്റ് ചെയ്തു. അതിനി ആര് ചെയ്യും എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം. ഈ വർക്ക് 44 നദികളും പിന്നെ കടലും ഒരുപാട് കായലുകളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ട് അത്രയധികം ജലസ്രോതസ്സുകളുള്ള സ്ഥലമാണ്. താങ്കളാണെങ്കിൽ ഇപ്പോൾ കിഫ്ബിയുടെ ഒരു വലിയൊരു പൊസിഷനിലും ഇരിക്കുന്നു. അത്തരത്തിൽ വെള്ളത്തിനടിയിലുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് ആലോചനയിലുണ്ടോ? ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ ബോട്ട് വഴിയാണ് ഇപ്പോൾ സർവീസ്, ഫെറി ബോട്ടിലാണ് ക്രോസ് ചെയ്യുന്നത്. ബോർഡർ നമ്മുടെ കിഫ്ബി അതൊരു കോസ്റ്റൽ ഹൈവേ അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ കോസ്റ്റൽ ഹൈവേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോസ്, ഇനി ഇപ്പോഴത്തെ പ്രപ്പോസൽ പ്രകാരം ഫെറി ബോട്ടിൽ തന്നെ ക്രോസ് ചെയ്യണം. പക്ഷേ അത് ഒരു എന്താണ് ശാശ്വതമായിട്ടൊരു പരിഹാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ വരികയാണെങ്കിൽ വളരെ വരേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അവിടെ ഒരു സർവേ നടത്തി അങ്ങനെ ഒരു ചെറിയൊരു പ്രപ്പോസൽ, ഏകദേശം അവിടെ ആണെങ്കിൽ ഏകദേശം ഒരു 600 മീറ്റർ മാത്രമേ സീയുടെ വിടുത്തുള്ളൂ. അത് കഴിഞ്ഞ് പക്ഷേ ടണലിൻ്റെ ലെങ്ത്ത് നമുക്ക് ഏകദേശം പിന്നെ ഒരു 5 കിലോമീറ്ററോളം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ടണൽ ചെയ്യാം. ഇത് 2200-2300 കോടി രൂപ ഏകദേശം ചിലവാകും ഇന്നത്തെ കണക്ക് പ്രകാരം. ഞാനങ്ങനെ ഒരു പ്രപ്പോസൽ, ഒരു പ്രിലിമിനറി റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആക്ഷൻ എടുക്കുമെന്നാണ് തോന്നുന്നത്. അവിടെ എന്തുകൊണ്ടാണ് പാലം സാധ്യത ഇല്ലാത്തത്? പാലത്തിന് അവിടെയുള്ള ചില എൻവറോൺമെൻറ്റൽ പ്രശ്നങ്ങളുണ്ട്. അത് ക്രോസ് ചെയ്യുക, കാരണം അതിൻ്റെ വലിയ ഷിപ്പ് അതിൻ്റെ
ഇത് ഇതായിട്ട് പോകണം, ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഇവിടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് അണ്ടർ വാട്ടർ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. ഈ BROൻ്റെ അല്ലേ വാർണിംഗ് സൈൻസിനെ പറ്റിയിട്ട് പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവ് ലൈക്ക് ഹെൽ ആൻഡ് യു വിൽ ബി ദെയർ എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹുക്ക് ചെയ്യുന്ന തരത്തിലുള്ള വൺ ലൈൻ വാർണിംഗ് സൈൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ആരാണ് ഇത് ചെയ്യുന്നത്? അത് പ്രത്യേകിച്ച് കൊട്ടേഷൻ കൊടുക്കുന്നതാണോ? ഇല്ല, അത് നമ്മൾ ബോർഡർ റോഡ്സ് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി ഓരോ സ്ഥലത്തും. ഞാൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ലോഗൻ എഴുതും. പിന്നെ ഇങ്ങനെ കുറേ ആയതിനു ശേഷം BRO തന്നെ ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന സ്ലോഗൻ എന്നുണ്ട്. ബി ജെന്റിൽ ഓൺ മൈ കർവ്സ്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള പല സ്ലോഗൻസ് ഉണ്ട്. ഡ്രൈവ് ലൈക്ക് ഹെൽ ആൻഡ് യു വിൽ ബി ദേർ. അങ്ങനെ സാറിന്റെ ഓർമ്മയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ അല്ല നമ്മുടെ ബുക്കിൽ എത്ര എഴുതിയെന്ന് പറയാൻ പറ്റില്ല. യുദ്ധസമയത്തും യുദ്ധമില്ലാത്ത സമയത്തും രണ്ട് തരം ജോലി ആയിരിക്കുമല്ലോ BROയ്ക്ക് ഉണ്ടാവുക. യുദ്ധമില്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള റോഡ് പണിയൽ, ടണൽ പണിയലൊക്കെ ആയിരിക്കും. യുദ്ധസമയത്ത് എന്തൊക്കെയായിരിക്കും BROയുടെ ഒരു ദൗത്യം? BRO ആക്ച്വലി ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ആർമി എന്നാണ് പറയുന്നത് BRO. അപ്പോൾ ആർമിക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ആർമി BROയെ സമീപിക്കാം. BRO അതിൻ്റെ ആവശ്യമുള്ള അതിൻ്റെ യൂണിറ്റുകളോ അതിൻ്റെ ആവശ്യമുള്ള മാൻ പവറോ എല്ലാം കംപ്ലീറ്റ് മെഷീനറീസോ ആവശ്യമുള്ള സ്ഥലത്ത് എന്താണ് എഞ്ചിനീയറിംഗ് വർക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഈ ദുരന്ത നിവാരണ രംഗത്തും BRO വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലുണ്ടായ സുനാമി സമയത്ത്, അതുപോലെ തന്നെ ലഡാക്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഫ്ലഡിൽ, അത്തരത്തിൽ അതിൻ്റെ ഏതിൻ്റെങ്കിലും ഭാഗമായിട്ടുണ്ടായിരുന്നോ? സിക്കിമിൽ എർത്ത് ഉണ്ടായിരുന്നു 2011. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു ഈവനിങ്, എനിക്ക് തോന്നുന്നത് 5-6 മണി ആ സമയത്തായിരുന്നു. ഈവനിങ്ങിൽ പെട്ടെന്നൊരു എർത്ത് ക്വേക്കാണ്. അപ്പോൾ ഞാൻ റൂമിനകത്തായിരുന്നു. അപ്പോൾ ഓപ്പൺ ഏരിയയിലേക്ക് ഓടി വരുന്നു. അവിടെ വന്നപ്പോഴും ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കുലുങ്ങാണ്. നമ്മളെന്താണ് ഒരു ഊഞ്ഞാലാടുന്ന പോലെ അത്രയും കുലുക്കായിരുന്നു. അപ്പോൾ നമുക്ക് പേടി, അവിടെ വന്നപ്പോഴും പേടി. ഇത് നമ്മൾ ക്രാക്കായിട്ട് ചിലപ്പം അതിൻ്റെ അകത്തോട്ട് വിടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇറ്റ് ലാസ്റ്റഡ് ഓൾമോസ്റ്റ് അറൗണ്ട് ഐ തിങ്ക് 50 സെക്കൻഡ്. ഉടനെ നമ്മൾക്ക് എവിടെയും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻ അസസ് ചെയ്യണമല്ലോ, ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് കംപ്ലീറ്റ് റോഡ് നെറ്റ്വർക്ക് കട്ടാണ്. ഞാനൊരു കാര്യം, ഞാനും വേറൊരു ഓഫീസറും കൂടെ രാവിലെ തന്നെ ഒരു 3:30 മണിയായി കാണും. ഞങ്ങൾ ഇറങ്ങി നടന്ന് ക്യാമ്പിൽ പോയതിന് ശേഷം അവിടെയുള്ള എല്ലാവരെയും, അവർക്ക് അത്ര അറിയുന്നില്ല എന്താണ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻലി ഡോസർ ഓപ്പറേറ്റർ, മറ്റേ അങ്ങനെയുള്ള എല്ലാ വെഹിക്കിൾ എല്ലാവരെയും വിളിപ്പിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ റോഡ് വന്നിട്ട് സിലിഗുഡി ടു ഗാംഗ്ടോക്ക് റോഡ്, അതിനെ ഓപ്പൺ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരും പറയുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. സിലിഗുഡി റോഡ് എനിക്കറിയാം, ഞാൻ കൂടെ ഒന്നിച്ച് പോയിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഉച്ച സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലിയർ ചെയ്തു. അത്ഭുതമായിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം മറ്റുള്ള സ്ഥലത്ത് അതിനേക്കാളും കൂടുതൽ ഇത് ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിനേക്കാളും കൂടുതലായിരുന്നു നമ്മുടെ ഈ സിക്കിമിൻ്റെ നോർത്ത് സൈഡ് ഭാഗത്തേക്ക്. അവിടെയായിരുന്നു ഏറ്റവും എപ്പിസെൻറ്റർ, അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ ഡാമേജ് വളരെ കൂടുതലാണ്. ചില നമ്മുടെ തന്നെ ബോർഡർ റോഡ്സിൻ്റെ തന്നെ ഒരു ബസ്സിൻ്റെ മുകളിൽ ഒരു റോക്ക് വീണു, ബസ് തുളച്ച് കയറി ഒരാളുടെ വീണു, അയാൾ മരിച്ചു വരുന്നു. അങ്ങനെ കുറച്ച് മരണങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ അന്ന് മുതൽ രാവിലെ ഫുള്ള് രാത്രി വരെ ഇരുന്ന് പോയി നമ്മളെല്ലാ റിസോഴ്സും മൊബൈലൈസ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ താഴെ ചുങ്താങ് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വരെയുള്ള റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കി. പല റോഡുകളും 2 കിലോമീറ്ററൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഡൈവേർഷൻ ഉണ്ടാക്കി നമ്മളത് പോയി. അപ്പോൾ ഈ ഒരു ബോർഡർ റോഡ്സിൻ്റെ ഈ ഒരു ആക്ഷന് എന്താണ് ലോകം തന്നെ അംഗീകരിച്ചെന്ന് പറയും. ഇത്രയും ഫാസ്റ്റായിട്ട് ക്ലിയർ ചെയ്തു. ഇന്ത്യക്ക് പുറത്തെ താജിക്കിസ്ഥാനിലെ എയർബേസ്, പിന്നെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ റോഡ് പണിത് ഇതിലൊക്കെ BROയുടെ സംഭാവന ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ വികസനത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും സഹായിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു നയതന്ത്രം എന്താണ്? നയതന്ത്രം എന്ന് തന്നെ പറയാം. എക്കണോമിക്കലി ബെറ്റർ ആയിട്ടുള്ള കൺട്രീസ് പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. നമ്മൾക്കിപ്പോൾ ഇതിങ്ങനെയുള്ള നമ്മുടെ പ്രസൻസ് ഉള്ളത് ഭൂട്ടാനിൽ BROൻ്റെ പെർമനന്റ് പ്രസൻസ് ഉണ്ട്, ഒരു പ്രൊജക്റ്റ്. പിന്നെ അവിടെ ഒരു പ്രൊജക്റ്റ് റോഡ് ഡെവലപ്മെന്റ്, ബോർഡർ റോഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത് അവർ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് BRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മ്യാൻമാർ, ഇതുപോലെ പറഞ്ഞ തസാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ലിബിയ, പല സ്ഥലങ്ങളിലും ബോർഡർ റോഡ്സ് അവരുടെ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് ആയിരിക്കും. അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു വരും. ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും അറിയോ? അവിടെ വെല്ലുവിളികളിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ ഒരു ഡ്രൈവർ, മലയാളി തന്നെ ഒരാൾ മരിച്ചു വരുന്നു. ഒരു ഡ്രൈവർ ആലപ്പുഴക്കാരനായിരുന്നു. പിന്നെ കേരളത്തിൽ BROൻ്റെ വിങ് ഉണ്ടോ? ഇല്ല, കേരളത്തിൽ BROയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള പുതിയ ജനറേഷനിലുള്ള ആളുകൾക്ക് എന്ത് ഉപദേശം കൊടുക്കാനുള്ള, എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ പറ്റുക? എഞ്ചിനീയറിംഗ് സർവീസ് വഴിയാണ് ഓഫീസേഴ്സ് വരുന്നത്. പിന്നെ UPSC
ക്ലാസ് 1 എഞ്ചിനീയറിംഗ് സർവീസ്. പിന്നെ മറ്റുള്ള സ്റ്റാഫ് വരുന്നത് നമ്മുടെ പൂനെയിലാണ് റിക്രൂട്ടിംഗ് സെൻറ്റർ. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നു, അവിടെ ആയിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സ്റ്റാഫ് എന്ന് വെച്ചാൽ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ മുതൽ പിന്നെ താഴെയുള്ളവർ, ഇത് ഇവൺ ഓപ്പറേറ്റേഴ്സ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടുന്ന ഏകദേശം 40,000 ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും പേര് ഓരോ വർഷത്തിലിങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കും. ഈ ആർമിക്ക് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്കുണ്ടോ? അത്രയും ഇല്ല, എന്നാലും ജവാൻസിന് കുറച്ച് കൂടുതലുണ്ട്. ഓഫീസേഴ്സിന് അത്രയും ഇതായിട്ടുള്ള ട്രെയിനിങ് ഇല്ല. പൊതുവേ സേനയുടെ നേവി, അതുപോലെ കരസേന അല്ലെ വ്യോമസേന പോലെയൊന്നും നമുക്ക് അങ്ങനെ കേട്ട് പരിചയമുള്ള ഒരു വിഭാഗമല്ല BRO എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. പക്ഷേ താങ്കൾ ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് കാര്യങ്ങൾ വിവരിക്കുമ്പോഴാണ് എത്രത്തോളം രാഷ്ട്ര നിർമ്മാണത്തിൽ ഇത് എന്താ പറയുക വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവുന്നത്. ഒത്തിരി അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. നമസ്കാരം. താങ്ക് യു.